Hi all, welcome back to our channel. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ബിൽ ഓഫ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ BOM ആണ്. അപ്പോൾ എന്താണ് ബിൽ ഓഫ് മെറ്റീരിയൽ? ബിൽ ഓഫ് മെറ്റീരിയൽ എങ്ങനെ നമുക്ക് TallyPrimeൽ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളത് TallyPrime സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തതിന് ശേഷം എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ TallyPrime സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബിൽ ഓഫ് മെറ്റീരിയലിൻ്റെ എക്സ്പ്ലനേഷനിൽ പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഫ്യൂച്ചർ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിലൊന്ന് പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്താണ് ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് ആദ്യമേ പറയാം. ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒരു നമ്മുടെ മാനുഫാക്ചറിങ് കോൺസെപ്റ്റ് വരുമ്പോഴാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പുതിയൊരു പ്രോഡക്റ്റ് നമ്മൾ അസംബിൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുമ്പോൾ ആ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് റോ മെറ്റീരിയൽസ് വേണം. അപ്പോൾ ആ റോ മെറ്റീരിയൽസിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാണ് ബിൽ ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് ആവശ്യം വരുന്ന റോ മെറ്റീരിയൽസിനെ സെറ്റ് ചെയ്യുന്നതിനെയാണ് ബിൽ ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് മനസ്സിലായല്ലോ. ഇനി എങ്ങനെ നമുക്ക് TallyPrimeൽ ബിൽ ഓഫ് മെറ്റീരിയൽസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു പുതിയ കമ്പനി ആദ്യം ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പുതിയ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ നമുക്ക് വേണ്ടുന്ന റോ മെറ്റീരിയൽസ് സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് എന്താണോ അത് സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ എക്സാമ്പിളായിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റായിട്ട് ഞാൻ ഇവിടെ ചെയ്യുക കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പോൾ കമ്പ്യൂട്ടർ മാനുഫാക്ചർ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് റോ മെറ്റീരിയൽസ് വേണം. ആ റോ മെറ്റീരിയൽസും കൂടെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം ഫിനിഷ്ഡ് പ്രോഡക്റ്റായ കമ്പ്യൂട്ടർ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ ബിൽ ഓഫ് മെറ്റീരിയൽസ് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാം. ആദ്യം ഞാൻ ചെയ്യുന്നത് ഒരു പുതിയ കമ്പനി ക്രിയേറ്റ് ചെയ്യുവാണ്. അപ്പോൾ കമ്പനി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ക്രിയേറ്റ് കമ്പനിയിൽ പോകുന്നു. BOM എന്ന് തന്നെയാണ് ഞാൻ കമ്പനിക്ക് പേര് കൊടുക്കുന്നത്. ഓക്കെ, ഫിനാൻഷ്യൽ ഇയർ എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ സേവ് ചെയ്യുവാണ്. സേവ് ചെയ്തപ്പോൾ നമ്മുടെ കമ്പനി ഫീച്ചേഴ്സാണ് ഇവിടെ വന്നിട്ടുള്ളത്. കമ്പനി ഫീച്ചേഴ്സ് നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് എനേബിൾ ചെയ്യണോ അതെല്ലാം എനേബിൾ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ല. ബിക്കോസ് ഞാൻ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് റോ മെറ്റീരിയൽസും ഫിനിഷ്ഡ് പ്രോഡക്റ്റും ക്രിയേറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യാൻ പോകുന്നത്. അതിനോടൊപ്പം ബിൽ ഓഫ് മെറ്റീരിയൽസ് സെറ്റ് ചെയ്യുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ കമ്പനി ഫീച്ചേഴ്സ് ഇവിടെ നിന്ന് സേവ് ചെയ്യുകയാണ്. അപ്പോൾ സേവ് ചെയ്യുന്നത് Ctrl A കൊടുത്തിട്ടാണ് ഞാൻ സേവ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്ന കമ്പനി BOM എന്ന് പറയുന്ന കമ്പനി ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നോ വൗച്ചേഴ്സ് എൻ്റർ, ബിക്കോസ് നമ്മളതിൽ വൗച്ചേഴ്സ് ഒന്നും തന്നെ എൻ്റർ ചെയ്തിട്ടില്ല. ഇനി നമുക്ക് വേണ്ടുന്നത് ബിൽ ഓഫ് മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ സ്ക്രീനിൽ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വരുന്നുണ്ട്. ആദ്യം എനിക്ക് വേണ്ടത് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഫിനിഷ്ഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്ന കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടറിന് കുറച്ച് റോ മെറ്റീരിയൽസ് വേണം അപ്പോൾ റോ മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ മാത്രമേ കമ്പ്യൂട്ടർ നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം റോ മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ റോ മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യുക എസ്പെഷ്യലി നമ്മളൊരു നോർമൽ സ്റ്റോക്ക് എങ്ങനെയാണോ മെറ്റീരിയൽ എങ്ങനെയാണോ ക്രിയേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് ഗോ ടു ബട്ടൺ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗേറ്റ്വേ ടാലിയിൽ നിന്നുകൊണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഗേറ്റ്വേ ടാലിയിൽ നിന്നുകൊണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുകയാണ്. മാസ്റ്റേഴ്സിനകത്ത് ക്രിയേറ്റ് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്താണ്? സ്റ്റോക്കാണ്. സോ സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ സ്റ്റോക്ക് ക്രിയേഷൻ അതുപോലെ തന്നെ സ്റ്റോക്ക് ഗ്രൂപ്പ് എന്താണ് അങ്ങനെയുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇവിടെ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇനി 1 by 1 ആയിട്ട് നമ്മുടെ സ്ക്രീനിൽ വരുന്നുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഞാൻ ആദ്യം ഹാർഡ് ഡിസ്ക് കൊടുക്കുന്നു. ഹാർഡ് ഡിസ്ക് അതായത് ഗ്രൂപ്പ് ഹാർഡ് ഡിസ്കിനെ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ഗ്രൂപ്പിലോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് കുറച്ച് കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് റിപ്പോർട്ട്സ് ഒക്കെ നോക്കുമ്പോൾ കുറച്ച് കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ റോ മെറ്റീരിയൽസും ഉണ്ട് നമ്മുടെ കമ്പനിയിൽ, അതുപോലെ ഫിനിഷ്ഡ് പ്രോഡക്ട്സും ഉണ്ട്. അപ്പോൾ രണ്ട് ഗ്രൂപ്പായിട്ട് ഞാൻ കാറ്റഗറൈസ് ചെയ്യാൻ പോവാണ്. ഈ റോ മെറ്റീരിയൽസിനെല്ലാം വേണ്ടിയിട്ട് റോ മെറ്റീരിയൽസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുവാണ്. ഓക്കെ, റോ മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അത് ഞാൻ Alt+C കൊടുത്തിട്ടാണ് ക്രിയേറ്റ് ചെയ്തത്. നിങ്ങൾക്ക് നേരത്തെ തന്നെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം സ്റ്റോക്ക് ഗ്രൂപ്പ് ആദ്യമേ ക്രിയേറ്റ് ചെയ്ത് സ്റ്റോക്ക് ഐറ്റം വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്.
കാറ്റഗറി എന്ന് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ദെൻ യൂണിറ്റ്സ് എന്ന് പറയുന്നത് മാൻഡേറ്ററി ആയിട്ടൊരു ഫീൽഡാണ്. എന്നാൽ മാത്രമേ നമുക്ക് ക്വാണ്ടിറ്റി കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കാൻ പറ്റൂ. അപ്പോൾ ഞാൻ യൂണിറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ നമ്പേഴ്സ് എന്ന് പറയുന്നൊരു സിമ്പിൾ യൂണിറ്റ് തന്നെയാണ് ഇവിടെയും ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ യൂണിറ്റ്സ് നിങ്ങൾക്ക് നേരത്തെ തന്നെ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കാം. ഞാനിവിടെ സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ കൂടെ തന്നെ ക്രിയേറ്റ് ചെയ്യുവാണ്. അപ്പോൾ Alt+C കൊടുത്തു. സിമ്പിൾ NOS എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു സിമ്പിൾ കൊടുക്കുവാണ്. ഫോർമൽ നെയിം ഈസ് നമ്പേഴ്സ്. ഓക്കെ, യൂണിറ്റ്സ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഡീറ്റെയിൽസ് ഒന്നും തന്നെ ഞാൻ കൊടുക്കുന്നില്ല, ജസ്റ്റ് സേവ് ചെയ്യുകയാണ്. അപ്പം ഞാൻ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്ന നെയിം കൊടുത്തു. അണ്ടറും ഓപ്ഷണലാണ്. അത് നമ്മുടെ കൺവീനിയൻ്റ് അനുസരിച്ച് നമുക്ക് ഗ്രൂപ്പ്സും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യും. യൂണിറ്റ്സ് മാൻഡേറ്ററി ആണ്. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം ഞാൻ ഹാർഡ് ഡിസ്ക് ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്തു. ഇതുപോലെ എല്ലാ സ്റ്റോക്കും നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിത് സിംഗിൾ ഗ്രൂപ്പ് ഐറ്റം യൂസ് ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്തത് കേട്ടോ. നമുക്ക് കുറേ റോ മെറ്റീരിയൽസ് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്കത് മൾട്ടിപ്പിൾ ക്രിയേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ ഒരുമിച്ച് ഒറ്റ സ്ക്രീനിൽ തന്നെ ചെയ്യാൻ പറ്റും. എസ്കേപ്പ് ചെയ്ത് തിരിച്ചു വന്നതിന് ശേഷം മാസ്റ്റേഴ്സിനകത്ത് തന്നെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് കൊടുക്കുക. മൾട്ടിപ്പിൾ മാസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് സ്റ്റോക്ക് ഐറ്റം ഞാൻ ക്രിയേറ്റ് ചെയ്യുവാണ്. ദെൻ മൾട്ടി മാസ്റ്റേഴ്സ് കൊടുക്കുന്നു, മൾട്ടി ക്രിയേറ്റ്. ഓക്കെ, അണ്ടർ ഗ്രൂപ്പ് ഓൾ ഐറ്റംസ് തന്നെ കിടക്കട്ടെ. നെയിം ഓഫ് ഐറ്റം ഹാർഡ് ഡിസ്ക് ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തു, അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യാണ്. മോണിറ്റർ, അണ്ടർ എന്ന് പറയുന്ന റോ മെറ്റീരിയൽസ് തന്നെയാണ്. യൂണിറ്റ്സ് നമ്പർ, ഓപ്പണിംഗ് ക്വാണ്ടിറ്റി. നിങ്ങൾക്ക് ഓപ്പണിംഗ് ക്വാണ്ടിറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഓപ്പണിംഗ് ക്വാണ്ടിറ്റി കൊടുക്കുന്നില്ല. നെക്സ്റ്റ് ഐറ്റം കീബോർഡ്, ബാക്കിയുള്ള ഡീറ്റെയിൽസും കൂടെ ഒന്ന് കൊടുക്കാം. മെറ്റീരിയൽസ്, ഇത് എക്സാമ്പിളായിട്ട് കുറച്ച് റോ മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ദെൻ നമുക്ക് വേണ്ടത് റാം, കേബിൾ, ഇത്രയാണ് എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത്. സോ എല്ലാ റോ മെറ്റീരിയൽസും തന്നെ ഇവിടെ ഒരു സ്ക്രീനിൽ തന്നെ ക്രിയേറ്റ് ചെയ്തു. ഓൾറെഡി ഹാർഡ് ഡിസ്ക് ക്രിയേറ്റ് ചെയ്തതാണ്. സിംഗിൾ ക്രിയേഷൻ യൂസ് ചെയ്തിട്ട്, സിംഗിൾ മോഡ് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അഗൈൻ ഇവിടെ നിന്ന് സേവ് ചെയ്യുവാണ്. Ctrl+A കൊടുത്ത് സേവ് ചെയ്തു. ഓക്കെ, അപ്പോൾ റോ മെറ്റീരിയൽസിൻ്റെ അണ്ടറിൽ ഇത്രയും റോ മെറ്റീരിയൽസ് നമുക്കിവിടെ കാണാം അല്ലേ, ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഫിനിഷ്ഡ് പ്രോഡക്റ്റാണ്. ഫിനിഷ്ഡ് പ്രോഡക്റ്റ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഫിനിഷ്ഡ് പ്രോഡക്റ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മൾട്ടിപ്പിൾ വേണ്ട, ഒരെണ്ണമല്ല ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നുള്ളൂ. അതുകൊണ്ട് മാസ്റ്റേഴ്സിനകത്ത് അഗെയിൻ ഞാൻ ക്രിയേറ്റിൽ പോയിട്ട് സ്റ്റോക്ക് ഐറ്റം എടുക്കുന്നു. ഇവിടെ ഞാൻ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ദിസ് ഈസ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആണ് ഇവിടെ ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ നെയിമിൽ കമ്പ്യൂട്ടർ കൊടുത്തു. ഇനി അണ്ടർ റോ മെറ്റീരിയൽസ് കൊടുക്കേണ്ട ഇതെന്ന് പറയുന്ന ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ പുതിയൊരു ഗ്രൂപ്പ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുവാണ്. Alt+C കൊടുത്തിട്ട് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു, സേവ് ചെയ്തിരുന്നു. അപ്പോൾ അവിടെയും കാറ്റഗറി ഞാൻ ഒന്നും കൊടുക്കുന്നില്ല. കാറ്റഗറി ഒക്കെ നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാവുന്നതാണ്, വിച്ച് ഈസ് ഓപ്ഷണൽ. ആൻഡ് യൂണിറ്റ്സ് സെയിം തന്നെ കൊടുക്കുന്നു, നമ്പേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ കമ്പ്യൂട്ടർ നമുക്ക് മാനുഫാക്ചറിങ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ റോ മെറ്റീരിയൽസ് വേണമെന്നുള്ളത് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബട്ട് ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സ്റ്റോക്കിനകത്ത് തന്നെ ഈ റോ മെറ്റീരിയൽസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. അത് ചെയ്യുന്നത് യൂസിങ് ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്ന ഒരു സെറ്റിംഗ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം അഡീഷണൽ ഡീറ്റെയിൽസിൽ സെറ്റ് കമ്പോണൻസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം. അതിവിടെ നോ ആയിട്ട് കിടക്കുന്നുണ്ട്. ഈ ഒരു ഓപ്ഷൻ എല്ലാവർക്കും ചിലപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നവർക്ക് അത് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ കൊണ്ടുവരാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് F12 കോൺഫിഗറേഷനിൽ പോവുക. ഇതേ സ്ക്രീനിൽ തന്നെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനുള്ളിൽ തന്നെ F12 കോൺഫിഗറേഷനിൽ പോവുക. F12 കോൺഫിഗറേഷനിൽ സെറ്റ് കമ്പോണൻറ്റ് ലിസ്റ്റ് ബിൽ ഓഫ് മെറ്റീരിയൽസ് ഇൻ സ്റ്റോക്ക് ഐറ്റം ഈ ഒരു ഓപ്ഷൻ എസ് ആക്കി കൊടുക്കുക. സപ്പോസ് നമ്മൾ F12 കോൺഫിഗറേഷനിൽ ഈ ഒരു ഓപ്ഷൻ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഷോ മോർ കോൺഫിഗറേഷൻ എസ് ആക്കിയാൽ മതിയാകും. അപ്പോൾ അത് നോ ആണെങ്കിൽ എസ് ആക്കുക.
എസ് ആക്കിയിട്ട് സെറ്റ് കമ്പോണൻറ്റ് ലിസ്റ്റ് ബിൽ ഓഫ് മെറ്റീരിയൽ ഇൻ സ്റ്റോക്ക് ഐറ്റം എസ് ആക്കി കൊടുക്കുക. അത് നോ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡിസ്പ്ലേയിൽ വരില്ല. ഞാൻ കാണിക്കാം. ഇത് കണ്ടോ, ഇപ്പോൾ ആ ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്ന സെറ്റിംഗ് നമുക്ക് അവിടെ വന്നിട്ടില്ല. അപ്പോൾ ഞാനത് കൊണ്ടുവരാനായിട്ട് എന്താ ചെയ്യുക, F12 കോൺഫിഗറേഷൻ സെറ്റ് കമ്പോണൻറ്റ് ലിസ്റ്റ് ബിൽ ഓഫ് മെറ്റീരിയൽസ് ഇൻ സ്റ്റോക്ക് ഐറ്റംസ് എസ് ആക്കി കൊടുക്കുന്നു. ദെൻ സേവ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ സെറ്റ് കമ്പോണൻസ് എന്ന് പറയുന്ന ഒരു കോൺഫിഗറേഷൻ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഫിനിഷ്ഡ് പ്രോഡക്റ്റിനെ ബിൽ ഓഫ് മെറ്റീരിയൽ സെറ്റ് ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാനത് ആ ഒരു ഓപ്ഷൻ എസ് ആക്കി കൊടുക്കുന്നു. ഇതേ സമയം ഇതേ സെയിം ഓപ്ഷൻ നമുക്ക് റോ മെറ്റീരിയൽസ് ആവശ്യമില്ല. റോ മെറ്റീരിയൽസിന് വീണ്ടും നമുക്ക് റോ മെറ്റീരിയൽസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ദിസ് ഈസ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ്, അതുകൊണ്ട് തന്നെ ഇവിടെ ബിൽ ഓഫ് മെറ്റീരിയൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ എസ് ആക്കി എനേബിൾ ചെയ്യുമ്പോൾ നെയിം ഓഫ് ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വരുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു പേര് കൊടുക്കുക, ബിൽ ഓഫ് മെറ്റീരിയൽ ഒരു പേര് കൊടുക്കുകയാണ്. ഞാൻ സെയിം പേര് തന്നെ കൊടുത്തു, കമ്പ്യൂട്ടർ. അപ്പോൾ പേര് കൊടുത്തിട്ട് എൻ്റർ ചെയ്യുമ്പോൾ യൂണിറ്റ് ഓഫ് മാനുഫാക്ചർ ചോദിക്കും. യൂണിറ്റ് ഓഫ് മാനുഫാക്ചർ എന്ന് പറയുന്നത് അപ്പോൾ എത്ര കമ്പ്യൂട്ടർ മാനുഫാക്ചർ ചെയ്യാനുള്ള ബിൽ ഓഫ് മെറ്റീരിയൽസ് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് അവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത് ഒരു കമ്പ്യൂട്ടർ മാനുഫാക്ചർ ചെയ്യാനായിട്ട് എന്തൊക്കെ റോ മെറ്റീരിയൽസ് ഏത് ക്വാണ്ടിറ്റി വെച്ചിട്ട് നമുക്ക് വേണം എന്നുള്ളതാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അപ്പോൾ 1 എന്ന് കൊടുത്തു, യൂണിറ്റ് ഓഫ് മാനുഫാക്ചർ 1 കൊടുത്തു. ദെൻ ഐറ്റംസ് 1 by 1 ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം, അതായത് റോ മെറ്റീരിയൽസ് നമുക്ക് സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിൽ കാണുന്ന ഓരോ റോ മെറ്റീരിയൽസും ഞാൻ സെലക്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഞാൻ ഹാർഡ് ഡിസ്ക് കൊടുത്തു, ക്വാണ്ടിറ്റി 1, ഒരു കമ്പ്യൂട്ടർ മാനുഫാക്ചർ ചെയ്യാൻ ഒരെണ്ണം എന്നുള്ള രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ദെൻ ഹാർഡ് ഡിസ്കിന് ശേഷം നമുക്ക് കീബോർഡ് കൊടുക്കാം, 1 കൊടുത്തു. ദെൻ മോണിറ്റർ, അപ്പോൾ നമുക്കിതിലുള്ള എല്ലാ റോ മെറ്റീരിയൽസും വേണം അല്ലേ. ആൻഡ് മൗസ്, പ്രോസസ്സർ, റാം. അപ്പോൾ എല്ലാം ഒരു കമ്പ്യൂട്ടറിന് ഈ പറയുന്ന റോ മെറ്റീരിയൽസ് എല്ലാം ഒന്ന് വെച്ചിട്ട് മതിയാവും അല്ലേ. ഇനി നമുക്കുള്ളത് കേബിളാണ്. ഇപ്പോൾ കേബിൾസ് എന്ന് പറയുമ്പോൾ മേ ബി 1-ൽ കൂടുതൽ നമുക്ക് വരാം. അപ്പോൾ ഞാനൊരു 3 കേബിൾ, അതായത് ഒരു കമ്പ്യൂട്ടർ മാനുഫാക്ചർ ചെയ്യാൻ 3 കേബിൾ എന്നുള്ള രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ കേബിൾ പോയിട്ട് ബാക്കിയെല്ലാം ഒരെണ്ണം വെച്ചും കേബിൾ മാത്രം ക്വാണ്ടിറ്റി ഞാൻ 3 കൊടുത്തിട്ടുണ്ട്. അത് ഡിപ്പെൻസ്, ഓരോ സ്റ്റോക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ റോ മെറ്റീരിയലിൻ്റെ ക്വാണ്ടിറ്റി കൊടുക്കുക. അപ്പോൾ ഞാൻ കൊടുത്തു. ദെൻ എൻ്റർ ഇതിന് ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാനില്ല. സോ എൻഡ് ഓഫ് ലിസ്റ്റ് കൊടുക്കുക, എൻഡ് ഓഫ് ലിസ്റ്റ് കൊടുക്കുക, എൻറ്റർ ചെയ്തു. എന്നിട്ട് ഈ ഒരു സ്ക്രീനിൽ നിന്ന് എക്സിറ്റ് ആകാനായിട്ട് അഗൈൻ എൻറ്റർ ചെയ്യുക. അപ്പം നമ്മൾ തിരിച്ച് നമ്മുടെ സ്റ്റോക്ക് ഐറ്റം ക്രിയേഷൻ, കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിനിടയിലാണ് ബിൽ ഓഫ് മെറ്റീരിയൽ ഇനേബിൾ ചെയ്തതും ബിൽ ഓഫ് മെറ്റീരിയൽ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സ്റ്റോക്ക് ഒന്ന് സേവ് ചെയ്യാം. അപ്പോൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സ്റ്റോക്ക് സേവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബിൽ ഓഫ് മെറ്റീരിയൽ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ബിൽ ഓഫ് മെറ്റീരിയൽ സെറ്റ് ചെയ്യാനായിട്ട് ആദ്യം ഞാൻ എന്താ ചെയ്തത്, റോ മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്തു, പിന്നെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഫിനിഷ്ഡ് പ്രോഡക്റ്റ് കമ്പ്യൂട്ടർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കോൺഫിഗറേഷനിൽ പോയിട്ട് മെയിൻറ്റെയിൻ കമ്പോണൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മൾ ഇനേബിൾ ചെയ്തതിന് ശേഷം നമ്മുടെ റോ മെറ്റീരിയൽസ് ഓരോന്നായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കമ്പ്യൂട്ടറിലോട്ട് മെയിൻറ്റെയിൻ ചെയ്തു. ഇത്രയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നതാണ് മാനുഫാക്ചർ. അപ്പോൾ ഇപ്പം ബിൽ ഓഫ് മെറ്റീരിയലൊക്കെ മെയിൻറ്റെയിൻ ചെയ്തില്ലേ, അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് മാനുഫാക്ചറിങ്, കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു പുതിയ പ്രോഡക്റ്റ് മാനുഫാക്ചറിങ് ചെയ്യാം എന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ കീപ് വാച്ചിങ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഓൾ.